ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. എന്താ ചെയ്യുക? ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്നേഹം കൊണ്ട് പടുത്തുയർത്തിയ ഒരു കൊട്ടാരം, അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് പടുത്തുയർത്തിയ ഒരു സൗധം, അത് ഒരുപാട് ഇങ്ങനെ, അതായത് തേനീച്ചകളൊക്കെ തേൻ ശേഖരിക്കൂലേ, അങ്ങനെ 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 കൂട്ടി 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 ഇങ്ങനെ മനസ്സിലിങ്ങനെ അതുപോലെ സ്നേഹം ഇങ്ങനെ കൂട്ടി 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 ഒരുപാട് ഇങ്ങനെ അതൊരു സൗധം പോലെ, ഒരു കൊട്ടാരം പോലെ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഇങ്ങനെ പണിത് നിങ്ങൾ തന്നെ ഉയർത്തിയ ആ ഒരു കൊട്ടാരം കാലക്രമേണ നല്ല സ്മൂത്ത് ഗോയിങ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന, നല്ല നൈസായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു കൊട്ടാരം കാലക്രമേണ അതിനിത്തിരി പാച്ചസ് വരാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും ഇത്തിരി എന്താ പറയാ, അവിടെ ഇവിടെയൊക്കെ ഇത്തിരി ഒരസലി, കേടുപാടുകൾ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. നിങ്ങൾ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആ പാച്ചസ് ഒക്കെ മാറ്റി, അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഹീൽഡ് ആക്കാൻ നോക്കി. പോട്ടെ, അത് സാരമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചാളുകൾ പൊട്ടിത്തെറിച്ച് ഇനി കുഴപ്പമില്ല, കുറച്ചാളുകൾ എന്താ പറയാ മാനസികമായിട്ട് അത് പൊരുത്തപ്പെട്ടു, അത് സാരമില്ല, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു കൊട്ടാരം, ആ ഒരു സ്നേഹത്തിന്റെ ഒരു കാര്യം, ആ വ്യക്തിയുടെ ഒരു കാര്യങ്ങൾ നിങ്ങൾ തന്നെ മുറിവുണക്കാൻ നോക്കി. മനസ്സിലായോ? പക്ഷെ ആ ഒരു പരിപാടിയിൽ അങ്ങനെ നൈസായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തില് ആ ഒരു കാര്യത്തിന് പുറമേ നിന്നുള്ള, അതായത് ഈ അണ്ടർഗ്രൗണ്ട് വഴിയുള്ള പൈപ്പില്ലേ, അണ്ടർഗ്രൗണ്ട് വഴിയുള്ള പൈപ്പ് നമുക്ക് ഭൂമിക്കടിയിൽ കൂടി പോയിരിക്കുന്നതല്ലേ, നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് പുറത്തുകൂടിയുള്ള പരിപാടികളൊക്കെ കാണാൻ പറ്റും. അണ്ടർഗ്രൗണ്ട് വഴി പോയിരിക്കുന്ന ഒന്നല്ലെന്നുണ്ടെങ്കിൽ അത് കുഴിച്ചവനെ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്കും അറിയാം, അല്ലെങ്കിൽ അതിൽ കൂടി പോകുന്ന പൈപ്പിനെ അറിയാം. പൈപ്പിനെ അറിയാൻ പറ്റുമല്ലോ, പൈപ്പ് എവിടെ കൂടിയാണ് പോകുന്നത്. പിന്നെ കുഴിക്കുന്നവനും അറിയാം, പിന്നെ കണ്ടു നിൽക്കുന്നവർക്കും അറിയാം. അല്ലാതെ അണ്ടർഗ്രൗണ്ട് വഴി നൈസായിട്ട് പരിപാടികളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കുറച്ച് നാളൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. അണ്ടർഗ്രൗണ്ട് വഴി കൂടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് വഴി പൈപ്പ് വലിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെ വെള്ളം അണ്ടർഗ്രൗണ്ട് വഴി പോകുന്നുണ്ടെന്ന് മനസ്സിലായില്ല. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പതിയെ പതിയെ ചേടാ എനിക്ക് ഇത്രയും പോരല്ലോ, എന്തൊക്കെയോ എവിടെയൊക്കെയോ സംതിങ് ഫിഷി, എന്തൊക്കെയോ എവിടെയൊക്കെയോ കുറച്ച് പരിപാടികളൊക്കെ നടപ്പുണ്ടല്ലോ, എന്തായിരിക്കും അത്? കാരണം ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ
നിങ്ങളോട് ഇത്തിരി മാനസിക അകൽച്ച വരാൻ തുടങ്ങി. അല്ലെങ്കിൽ മാനസികമായിട്ട് അകലാൻ തുടങ്ങി. പിന്നെ നിങ്ങളുടെ സാമീപ്യം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാന്നായി. നിങ്ങൾ വിളിച്ചില്ലെങ്കിലോ? വിളിച്ചില്ലേ? വിളിക്കണ്ട. നിങ്ങൾ മെസ്സേജ് അയച്ചില്ലേ? അയക്കണ്ട. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലോ? ഓക്കെ. കാരണം നിങ്ങളില്ലെന്നുണ്ടെങ്കിലും അവർ ഓക്കെ ആണെന്ന് നിങ്ങൾ വഴിയെ മനസ്സിലാക്കി തുടങ്ങി. മനസ്സിലായോ? നിങ്ങളില്ലെങ്കിലും അവർ ഓക്കെ ആണ്. പക്ഷെ അവരില്ലെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നിങ്ങൾ തലമറന്ന് എണ്ണ തേക്കാനായിട്ട് റെഡിയല്ല. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ. കാരണം ഇവിടെ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ അടുത്തൊരു എന്താ പറയാ, നിങ്ങൾ അടിമപ്പെട്ടു പോയി. മാനസികമായിട്ട് ഒരുപാട് അടിമപ്പെട്ടു പോയി. കാര്യങ്ങളൊക്കെ വ്യക്തത വന്നപ്പോഴത്തേക്കുമാണ് നിങ്ങൾ അറിയുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് അറിയുന്നത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു അടിമപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഒരു അതായത് ചില തെറ്റുകൾ, ചില വ്യക്തതകൾ, ചില ക്ലാരിറ്റി, കുറേ എവിഡൻസ്, തെളിവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് പല രീതിയിൽ പല വിധത്തിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ഊരിപ്പോരാൻ പറ്റാത്തതിൻ്റെ അത്രയും അടിമപ്പെട്ടു പോയി. പക്ഷെ എനിക്കിത് ഊരിപ്പോരണം. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അത് എനിക്ക് ഊരിപ്പോരണം എന്നുള്ള മൈൻഡും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിത് വേണം. ആള് വന്നാൽ ഓക്കെ. ഇത് വേണം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 80% ആളുകൾ ഇത് വേണം എന്ന് തന്നെ അടിയുറച്ച് വഴിക്കണ്ണുമായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. വരണം, ഞാൻ സ്നേഹിക്കാം, ഞാൻ കൂടെ ഉണ്ടാവും, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പോയതൊക്കെ പോട്ടെ, പുതിയൊരു മനുഷ്യൻ അല്ലെങ്കിൽ പുതിയൊരു സ്ത്രീ പുതിയൊരു രൂപത്തിൽ എൻ്റെ വ്യക്തി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. അതൊരു 70-80% ആളുകൾ. ബാക്കി 20% ഞങ്ങൾക്ക് ഇനി വേണ്ട. കാര്യങ്ങളൊക്കെ വ്യക്തത വന്നു. എന്നെ എന്താണ് ചെയ്തത്, എന്നെ എന്താണ് പ്രവർത്തിപ്പിച്ചത്, എന്നെ ഇത്രയും നാളും മെന്റലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു, എൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മനസ്സിലൊരു വൈരാഗ്യവും കോപം വിഷമം അങ്ങനെയുള്ള രീതിയിലും ഇരിക്കുന്ന ആളുകളുണ്ട്. വേണ്ട, ഓക്കെ വേണ്ട. പക്ഷെ വേണ്ടാന്ന് നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇയാളുടെ ഓർമ്മകളോ അല്ലെങ്കിൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ നിങ്ങളുടെ അടുത്തുനിന്ന് പെട്ടെന്ന് അങ്ങനെ പോകുന്നില്ല. കാരണം അത് കൂടുതൽ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് മെന്റലി നിങ്ങൾ കൂടുതലും അടിമപ്പെട്ടു പോയത് കൊണ്ടാണ്. കാരണം നമുക്കിപ്പോൾ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ 24 മണിക്കൂറും നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റു നിങ്ങളിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ, കരിയർ, അങ്ങനെ എന്ത് പരിപാടികൾ ചെയ്താലും രാത്രി ഉറങ്ങാൻ നേരത്താണെങ്കിലും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്താകും, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്താകും, എന്നെ സ്നേഹിക്കാൻ ആരുണ്ടാകും, ഞാൻ ആർക്കാണ് സ്നേഹം കൊടുക്കേണ്ടത്, എനിക്കിത് ഒരു വ്യക്തത കിട്ടുന്നില്ലല്ലോ, എനിക്ക് ഒരു സ്നേഹം വേണം, എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ചു അതേ രീതിയിൽ സ്നേഹിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു പണി കിട്ടിയിരിക്കുന്നതുകൊണ്ട് എവിടെ എങ്ങനെ എന്ത് ചെയ്യണോ ഒന്നും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്ത് വിശ്വസിക്കും, ഏത് വിശ്വസിക്കും? എനിക്ക് കുറെ പേർക്ക് ഇത് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ളിൽ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന ആളുകളുണ്ട്. ഫാമിലിനോട് പറയാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുന്നില്ല, പൊതുസമൂഹത്തിനോട് പറയാൻ പറ്റുന്നില്ല, കൊളീഗ്സിനോട് പറയാൻ പറ്റുന്നില്ല. കാരണം അവർക്കൊക്കെ നിങ്ങളെപ്പറ്റി ഒരു ഇമേജ് ഉണ്ട്. ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ, കാരണം നിങ്ങൾ ഈ വ്യക്തിനെ നിങ്ങൾ സ്നേഹിച്ച പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിനെ നിങ്ങൾ പരിപാലിച്ച പോലെ, കെയർ ചെയ്ത പോലെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത്
ഒരു എന്താ പറയാ മെന്റലി അടിമപ്പെട്ട പോലെ വേറൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചിത്രീകരിച്ചു വെച്ചിരിക്കുകയാണ്, ഇയാൾ എൻ്റെ ഒരു വഴികാട്ടിയാണ്, ഇയാൾ എൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് നല്ല രീതിക്ക് നടത്തിക്കൊണ്ടു പോകാം, എനിക്ക് എന്തും നടത്താം, അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റും, എനിക്കൊരു ധൈര്യമാണ്, ഒരു മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് എന്തും നേടാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യമാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് എല്ലാ രീതിയിലും. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് പരിപാടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ച് ഈ വ്യക്തി പ്യുവർ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ സ്വീകരിക്കുള്ളൂ. അത്രക്ക് നിങ്ങൾ ഈ വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ചില ആളുകൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ചില ആളുകൾ സാമ്പത്തിക പരിപാടികളൊക്കെ നിങ്ങളുടെ ഈ വ്യക്തി ചോദിച്ചിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് വേറെ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അറിയാലോ, തേർഡ് പാർട്ടി കണക്ഷൻ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. അതാണ് തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് വഴി ഉള്ള പൈപ്പ് പോയിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, നല്ല രീതിക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം. എല്ലാം നമുക്ക് നോക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിഷമം ഇപ്പോഴും മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും എന്താ പറയാ അനുഭവിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ടുള്ള ഒരു ഇതിപ്പോഴും മനസ്സിൻ്റെ അകത്ത് വന്നിട്ടില്ല. കാരണം ഇപ്പോഴും എൻ്റെ പ്രതീക്ഷകൾ നശിച്ചു പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷകൾക്ക് നിറം മങ്ങി, എൻ്റെ പ്രതീക്ഷകൾ വറ്റി, എൻ്റെ കണ്ണുനീര് വറ്റി, അല്ലെങ്കിൽ പ്രതീക്ഷകളൊക്കെ കൈവിട്ടു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളുകൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, പ്രപഞ്ചത്തിൽ അർപ്പിക്കുന്ന പരിപാടികളാണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, കാണുന്നവരോ നിങ്ങളോ എബ്രോഡ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അന്യഭാഷ, അല്ലെന്നുണ്ടെങ്കിൽ അന്യഭാഷക്കാരെ, കേരളം വിട്ട് അന്യഭാഷക്കാരെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ രാജ്യത്തോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തും ഒരുപാട് അതായത് ഒരുപാട് ലക്ഷറി ഒന്നും നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിലും, ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സമാധാനപരമായിട്ട് മനസ്സിന് കുളിർമയും സന്തോഷവും തരുന്ന ഒരു പാർട്ട്ണർ, ഒരു ലവർ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യത്തി, അവരുമായിട്ടുള്ള ഒരു ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു എൻഡിങ്, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് കോട്ടം വരുത്തിയിരിക്കുന്ന ഒരു പരിപാടി. കാരണം പ്രതീക്ഷകളെല്ലാം നിറം മങ്ങിയ ഒരു പരിപാടിയാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വരവും കാത്ത് വഴിക്കണ്ണുമായിട്ടിരിക്കുന്ന പോലെ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ജീവിതം ഇപ്പൊ എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ അവരെന്താണ് പ്രവർത്തിക്കുന്നത്,
നിങ്ങൾക്ക് പല രീതിയിൽ കുറച്ചു നേരത്തേക്ക് നിങ്ങൾക്ക് അവരോട് ദേഷ്യമുണ്ട്, കുറച്ചു നേരത്തേക്ക് വിഷമമുണ്ട്, കുറച്ചു നേരത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യമുണ്ട്, നിങ്ങളോട് തന്നെ വിഷമമുണ്ട്, മറ്റുള്ളവരോടും ദേഷ്യമുണ്ട്. ടോട്ടലി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാത്ത അവസ്ഥകളൊക്കെ വരുന്നുണ്ട്. എന്ത് ഇങ്ങനെയാണെന്നുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഈ ബന്ധത്തിൽ കൂടി വന്നിട്ടുണ്ട്. അത് ഒരുപാട് മാനസികമായിട്ട് അടിമപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ആങ്സൈറ്റി, വിഷാദം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അത് ഈ ബന്ധത്തിൽ കൂടി വന്ന പരിപാടികളാണ്. ഈ ബന്ധം സമ്മാനിച്ച കാര്യങ്ങളാണ് അതൊക്കെ. കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാകാം, കരിയർ പരമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കഴിവുകളോ ടാലന്റ് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കാണുന്നില്ല. ആ കഴിവുകളൊക്കെ നിങ്ങൾ അടക്കി പൂട്ടി വല്ലയിടത്തും വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഈ ബന്ധത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് ഒരെണ്ണം എടുത്ത് നോക്കാം. ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തതയുണ്ടല്ലോ. അപ്പൊ വ്യക്തത വരുത്താനുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തുക. പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഓരോ കുഴിയിൽ പോയി ചാടാതിരിക്കുക. ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരിശത്തിന് കിണറ്റി ചാടിയോ 9 അരിശം വന്നു കഴിഞ്ഞാൽ, ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുള്ളതാണ്, 9 അരിശം വന്നാലും ആരും രക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിന്തകളൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് കൊണ്ടുവരിക. രക്ഷിക്കുന്ന കരങ്ങൾ ഏതാണ്, രക്ഷിക്കാത്ത കരങ്ങൾ ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിൻ്റെ അകത്തൊരു വ്യക്തത കൊണ്ടുവരിക. കാരണം റിയൽ ഏതാണ് ഫേക്ക് ഏതാണെന്ന് ഒന്ന് തിരിച്ചറിയുക. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.